ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ചു കാലമായിട്ട് ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവരിപ്പോൾ ഇന്ത്യ 2.0 ഇന്ത്യ 2.5 രണ്ട് പ്രൊജക്ട്സും കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ ഫോക്സ് വാഗൻ്റെ ഒരു സപ്പോമീറ്റർ റിസ്യൂവും കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ 2.5 പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും. 2.0 ഓൾറെഡി അവർ കുഷാക്ക് സ്ലാവിയ അതുപോലെ വെർട്ടസ് ഡ്രാഗണൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നല്ലൊരു പാർട്ട്ണറായിട്ട് വന്നുകൊണ്ടിരുന്ന അവിടെ മഹീന്ദ്ര ആയിരുന്നു. മഹീന്ദ്രയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫോക്സ് വാഗൻ്റെ പ്ലാറ്റ്ഫോം മഹീന്ദ്ര അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോക്സ് വാഗൻ്റെ മോട്ടറും അവരെടുക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ടും ഇപ്പോൾ മഹീന്ദ്രയ്ക്ക് ഫോക്സ് വാഗൻ്റെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും ആ ഒരു കൊളാബറേഷൻ ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും മഹീന്ദ്ര ഫോക്സ് വാഗൻ്റെ മോട്ടോഴ്സ് ഉപയോഗിക്കാൻ സാധ്യതയില്ല. BYD അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളുടെയൊക്കെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും അത് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ പക്ഷേ അതിന് പകരമായിട്ടാണ് ഇവർ വേറെ പുതിയ പാർട്ട്നേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് മെയിൻ കണ്ടൻറ്റേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ആണ്, പിന്നെ വരുന്നത് JSW ഗ്രൂപ്പാണ്. ഇപ്പോൾ JSW ഗ്രൂപ്പ് എന്തിനാണ് ഇവിടെ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ MG മോട്ടോർ ഇന്ത്യയുടെ കുറച്ച് ഷെയർ അക്വയർ ചെയ്ത JSW ഗ്രൂപ്പായിരുന്നു. അത് ഇതിന് മുന്നേ ഇന്ത്യൻ ഷെയർ എന്ന് പറയുന്നത് മാക്സിമം സായിക് മോട്ടോഴ്സിൻ്റെ കയ്യിൽ, അതായത് ഒരു ചൈനീസ് കമ്പനിയുടെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷമാണ് JSW ഗ്രൂപ്പ് നമ്മുടെ MG മോട്ടോഴ്സ് ഇന്ത്യ അക്വയർ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റിലേക്ക് അത് കൊണ്ടെത്തിച്ച് ഇപ്പോൾ വിൻസ് റിവ്യൊക്കെ ഇറക്കിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് പൊട്ടൻഷ്യൽ MG കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിൻസ് റിവ്യ്ക്ക് മാത്രമായിട്ട് തന്നെ ഒരു മാസം 3500 മുകളിലൊക്കെ സെയിൽ കിട്ടുന്നുണ്ട്. ഇനി അവർ അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടും. അതുപോലെ MGയുടെ പുതിയ സെലക്ട് എന്ന് പറഞ്ഞൊരു പ്ലാനിൻ്റെ അണ്ടറിൽ അവരുടെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾ, അതായത് സൈബർ സ്റ്റാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ M9 എന്ന് പറഞ്ഞ അവരുടെ മീഫ 9 എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനം ആയിക്കോട്ടെ, തുടങ്ങിയ വാഹനങ്ങളൊക്കെ എന്തായാലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. കാരണം ഇതിപ്പം MG എന്ന് പറയുമ്പോൾ ഓൾറെഡി കുറച്ച് ചൈനീസ് ആ ഒരു ഒറിജിനുള്ള കമ്പനിയാണ്. സായിക് മോട്ടോഴ്സ് ആണ് അത് ഒഫീഷ്യലി ഓൺ ചെയ്യുന്നത്. അത് ഇന്ത്യൻ ഷെയർ മാത്രമാണ് നമ്മുടെ JSW ഗ്രൂപ്പ് അക്വയർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഗ്ലോബലി നോക്കുമ്പം MG ഇപ്പോഴും ചൈനീസ് തന്നെയാണ്. അത് ബ്രിട്ടീഷ് ബ്രാൻഡ് ആയിരുന്നു, അതിനുശേഷമാണ് സായിക് അത് അക്വയർ ചെയ്യുന്നത്. എനിവേ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടികളും ചൈനീസ് തന്നെയാണ്. അവർ ചൈനീസ് വണ്ടികളെടുത്ത് MG ബ്രാൻഡിനുള്ള റീബാഡ് ചെയ്തിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. കുറച്ച് ഇന്ത്യനൈസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ അവർ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ JSW ഗ്രൂപ്പുമായിട്ട് അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ MG, സായിക് അതുപോലെ തന്നെ നമ്മുടെ JSW ഇത് മൂന്നും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ഫോക്സ് വാഗൻ അല്ലെങ്കിലും ഉദ്ദേശിക്കുന്ന അവരുടെ ഫോക്സ് വാഗൻ്റെ ചൈനീസ് ഫേമിൽ നിന്നുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യാനാണ്. ഓൾറെഡി ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ സായിക് മോട്ടോഴ്സ് ആണ് ചൈനയിൽ ഉണ്ടാക്കുന്നത്. ഫോക്സ് വാഗനായിട്ട് അവിടെ ആസച്ച് പ്രത്യേകിച്ച് പ്രൊഡക്ഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫോക്സ് വാഗന് വേണ്ടി വണ്ടികൾ അവിടെ ചൈനയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് സായിക്കാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഫോക്സ് വാഗൻ്റെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് അവർക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം വേണ്ട നല്ലൊരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെയാണ്. കാരണം ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ അവർക്കൊരു EV ഗ്രൗണ്ട് സബ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് $1 ബില്യൺ അടുത്ത് ചിലവുള്ളൊരു പരിപാടിയാണ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 8700 കോടി രൂപയുടെ അടുത്ത് വരും. ഓൾറെഡി അവർ ഇന്ത്യ 2.0 പ്രൊജക്റ്റിന് വേണ്ടി 8000 കോടിയുടെ അടുത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12000 കോടി വരെയുള്ള മാക്സിമം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഫോക്സ് വാഗനായിട്ട് പണി കൊടുത്തത്. അത് $1.2 ബില്യൺ അതായത് ഏകദേശം 12000 കോടി രൂപയുടെ അടുത്ത് വരുന്നൊരു ഫൈനായിരുന്നു. സംഭവം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അതായത് CKD ഫോമിൽ കൊണ്ടുവരുന്നത് പാർട്സ് ആയിട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് വണ്ടികളല്ല, ജസ്റ്റ് സ്പെയർ പാർട്സ് മാത്രമായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് 15% ഇമ്പോർട്ട് ടാക്സിൽ അവരൊരു ഫുൾ വണ്ടി CBU ഫോമിൽ, അതായത് ജസ്റ്റ് 100% ടാക്സ് ശരിക്കും കൊടുക്കേണ്ട വാഹനത്തിന് 15% മാത്രം ടാക്സ് കൊടുത്താണ് അവർ കൊണ്ടുവന്നത്. അതാണ് അവർക്ക് മുകളിൽ അവർ ഇന്ത്യൻ ഗവൺമെൻറ് ചുമത്തിയിരിക്കുന്ന അക്വിസിഷൻ. അത് ഫോക്സ് വാഗൻ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല, ശരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും ഹൈ ടാക്സ് കാരണമാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം CBU വണ്ടികൾക്ക് സെയിൽ കുറവാണ്. പിന്നെ നമുക്കിവിടെ 2400 വണ്ടികളുടെ ഒരു റൂളുണ്ട്. അത്രയും വണ്ടികൾ മാത്രമേ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തൊരു വർഷം കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ കാരണം ഫോക്സ് വാഗൻ ആ ഒരു ഇമ്പോർട്ട് റൂൾ വയലേറ്റ് ചെയ്തു. വണ്ടികൾ മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ടാക്സ് കൊടുത്ത് കൊണ്ടുവരാൻ തുടങ്ങി. അതാണ് അവർക്ക് വന്നിരിക്കുന്ന ഒരു പണി. ഇനി അതിന് പുറമെ ഇവർ സ്വന്തമായിട്ട് EV ഇന്ത്യയിലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം കോസ്റ്റ് വരുന്നത് മാത്രമല്ല, മെയിനായിട്ട് ഈ കമ്പനികളൊക്കെ ഇന്ത്യയിൽ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോഴ്സ് കൊണ്ടാണ്. അതായത് ഗവൺമെൻറ് ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ കഫേ എമിഷൻ നോംസ് വരുന്നുണ്ട്. കഫേ 2 ആണ് ഇപ്പോൾ ഉള്ളത്. അത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. മിക്ക കമ്പനികളും ഈ കഫേ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കമ്പനി ടോട്ടൽ എമിറ്റ് ചെയ്യുന്ന പൊല്യൂഷൻ എത്രയാണ് എന്ന് നോക്കാനാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഡീസൽ വണ്ടികൾ മാത്രമാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കഫേ എമിഷൻ നോംസ് വളരെ കൂടുതലായിരിക്കും.
വണ്ടികളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഫൈനും കൊടുക്കേണ്ടി വരും. ആ ഒരു മെയിൻ കാരണം കൊണ്ടാണ് ടൊയോട്ട ഇന്ത്യയിൽ സുസുക്കി വണ്ടികൾ റീബാഡ്ജ് ചെയ്ത് ഇറക്കാൻ തുടങ്ങിയത്. ഒറിജിനലി നോക്കാനാണെങ്കിൽ നമുക്കറിയാം ടൊയോട്ട ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്ന ഡീസൽ വണ്ടികളായിരുന്നു. ഇനിയിപ്പോൾ 2020 ശേഷം നോക്കുകയാണെങ്കിലും ക്രിസ്റ്റയും അതുപോലെ ഫോർച്യൂണറാണ് അവർക്ക് സ്വന്തം വണ്ടികളായിട്ടുണ്ടായിരുന്നത്. അതിന് പുറമെ സുസുക്കിയുടെ റീബാഡ്ജ്ഡ് വണ്ടികൾ വന്നപ്പോഴാണ് അവർക്ക് പെട്രോൾ, CNG അങ്ങനത്തെ പല ഓപ്ഷൻസും കിട്ടി തുടങ്ങിയത്. അങ്ങനെയാണ് കഫേ എമിഷൻ നോംസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫൈനുകളിലേക്കൊക്കെ ടൊയോട്ട പോകേണ്ടി വന്നേനെ. അല്ലാതെ അവരത് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നൊരു സംഭവമല്ല. ഇപ്പോൾ സുസുക്കിയുടെ വണ്ടികൾ റീബാഡ്ജ് ചെയ്ത് വിറ്റു എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അധികം പ്രോഫിറ്റും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് 10,000 20,000 അത്രയൊക്കെ പ്രൈസേക്കെ ഉള്ളൂ സുസുക്കിയുടെ വണ്ടികൾ ടൊയോട്ട എടുത്ത് റീബാഡ്ജ് ചെയ്ത് ഇറക്കുമ്പോൾ. ആകെപ്പാടെ ഹൈറൈഡറിലാണ് കുറച്ചധികം പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അത് ഹൈബ്രിഡ് മോഡലിൽ മാത്രം. അല്ലാതെ നോൺ ഹൈബ്രിഡ് എടുക്കാനാണെങ്കിലും വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും അവിടെ വരുന്നില്ല. ഇനിയിപ്പോൾ 2028 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും കഫേ 3 എമിഷൻ നോംസ് വരും. അതിപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ കമ്പനികൾക്ക് കൂടുതൽ എമിഷൻ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോക്സ് വാഗൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് അത്യാവശ്യമായിട്ട് 28-ന് മുന്നേ എങ്കിലും ഈ വണ്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞേ പറ്റുള്ളൂ. അത് ഇവിടെ മാർക്കറ്റിൽ ഇറക്കണം. അങ്ങനെ ഒരു പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ ടോട്ടൽ എമിഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോക്സ് വാഗന് CNG വണ്ടി ഇല്ല, ഡീസൽ വണ്ടി ഇല്ല, അതും ഓക്കെ. പക്ഷേ അതിന് പകരം പെട്രോൾ മാത്രമേ ഉള്ളൂ. പെട്രോൾ മാത്രം കൊണ്ട് അവർക്ക് എന്തായാലും 28-ൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇലക്ട്രിക് വണ്ടി എന്തായാലും വേണം, എന്നാൽ മാത്രമേ ഓവറോൾ എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സുസുക്കി ടൊയോട്ടയും അവരൊരു പുതിയ ഇലക്ട്രിക് വണ്ടി ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ വിറ്റാര വന്നു. ഇനിയിപ്പോൾ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ EVയും ഉടനെ തന്നെ വരും. അല്ലെങ്കിൽ ഇത്രയും കാലം ഇലക്ട്രിക് വണ്ടിയൊന്നും ഇറക്കാണ്ട് നോക്കിയിരുന്ന കമ്പനിയായിരുന്നു ഈ രണ്ട് കമ്പനികളും. അതായത് പൊതുവെ ജാപ്പനീസ് കമ്പനികൾ അങ്ങനെ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന കമ്പനികളൊന്നും അല്ലായിരുന്നു. അവർ കൂടുതലും ഹൈബ്രിഡാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഹൈബ്രിഡും നല്ലൊരു ഓപ്ഷനാണ് കഫേ എമിഷൻ നോംസ് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ കഫേ 3 വരുമ്പോഴും ഹൈബ്രിഡ് മാത്രം വെച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പം മിക്ക കമ്പനികൾ EVസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ MGയുടെ കൊളാബറേഷൻ്റെ കേസ് പറഞ്ഞു. MG അല്ല, മെയിനായിട്ട് JSW ഗ്രൂപ്പ്. പക്ഷേ ടാറ്റയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതും ഒരു മോശം തീരുമാനമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സും വണ്ടികൾ ഇറക്കുന്നുണ്ട്. അവരുടെ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിന്യ വണ്ടികളുടെ ബേസിസിൽ വരുന്ന പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ബാക്കിയെല്ലാം പെട്രോൾ വണ്ടികൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോമാണ്. ഈവൻ അവരിപ്പോൾ പറയുന്ന നമ്മുടെ പുതിയ Gen 2 EV ആർക്കിടെക്ചർ ആണെങ്കിൽ പോലും അതും പ്യുവർ സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ മഹീന്ദ്രയൊക്കെ അവരുടെ വണ്ടികൾ ഇറക്കിയ പോലെ, അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഐനിക് 5 ഓർ കിയയുടെ EV6 അങ്ങനത്തെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടികൾ മാത്രം ഇറക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ടാറ്റയുടെ വണ്ടികൾ ഇപ്പോഴും അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനകത്ത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികളും പോസിബിൾ ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മൊത്തം ഫോക്സ് വാഗൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഫോക്സ് വാഗൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് SAVWIPL എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് സ്കോഡ ഓട്ടോ ഫോക്സ് വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അതാണ് ഇന്ത്യയിൽ വരുന്നവരുടെ കമ്പനിയുടെ പേര്. ആൻഡ് ഫോക്സ് വാഗൻ അല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, സ്കോഡയാണ്. അവരാണ് വണ്ടികൾ ആദ്യം ഇറക്കുന്നത്. ഫോക്സ് വാഗൻ അതെടുത്ത് റീബാഡ്ജ് ചെയ്യുന്നു. അതായത് മെയിനായിട്ട് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സ്കോഡയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഫോക്സ് വാഗൻ ഗ്ലോബലി ഈ പറയുന്ന 14 കമ്പനികളെല്ലാം ഓൺ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. എന്തായാലും ഗൈസ്, ഈ ഒരു നീക്കത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.